അഴിമതിക്കാരിയാണെങ്കിൽ, ക്രിമിനലാണെങ്കിൽ, ആ രാജ്യത്തെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ആളാണെങ്കിൽ 5 പ്രാവശ്യം പ്രധാനമന്ത്രിയാവൂ. ഇപ്പോൾ നിഷ്പക്ഷമായ ഇലക്ഷൻ നടത്തിയാലും ഒരു 6ാമതും പ്രധാനമന്ത്രിയാവും. കാരണം അവിടെ ഭരണം മൊത്തം കുളമായി കിടക്കുകയാണ്. ഈ മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ആളിന് എങ്ങനെ നോബൽ പ്രൈസ് കിട്ടി സമാധാനത്തിന് എന്നുള്ളത് ഞാൻ അതിശയിക്കുകയാണ്. കാരണം അദ്ദേഹം അവിടെ നരഹത്യയാണ് ഒക്കെയാണ് കൂട്ടുനിൽക്കുന്നത്. അവിടുത്തെ മൈനോറിറ്റി ഹിന്ദുക്കൾ, അതുപോലെ തന്നെ ബുദ്ധന്മാർ, ജൈനന്മാർ, എന്തിന് ഹരേ രാമ ഹരേ കൃഷ്ണ പാടിക്കൊണ്ട് നടക്കുന്ന ഈ കുറിയും തൊട്ട് നടക്കുന്ന സായിപ്പുമാരെ വരെ പീഡിപ്പിച്ച് ജയിലിലടച്ച് പലരെയും വധിക്കുക വരെ ചെയ്ത വിഭാഗത്തിന് കൂട്ടുനിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഭരണം നയിക്കുന്നത്. അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് സമാധാനത്തിന് കൊടുത്തത് എന്ന് ഞാൻ അതിശയിക്കുകയാണ്. കൊടുത്ത നോബൽ പ്രൈസ് തിരിച്ചു വാങ്ങിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ആലോചിക്കേണ്ട വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടത്. അത്രയ്ക്ക് മോശമായ രീതിയിലാണ് അദ്ദേഹം ആ രാഷ്ട്രത്തിനെ കൊണ്ടുപോകുന്നത്, ആ രാഷ്ട്രത്തിലെ ജനതയെ കൊണ്ടുപോകുന്നത്. അവർ പൊറുതിമുട്ടി നിൽക്കുകയാണ്. അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണം എത്രയോ എത്രയോ മികച്ചതായിരുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന സമയത്താണ് അവരെ വധിക്കാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് വധിക്കാൻ ശ്രമിക്കുന്നത്? വധിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ പടം കാണിച്ചാൽ പോലും അവിടെ ജനങ്ങൾ അവാമി ലീഗിന് ഉയർത്തെഴുന്നേൽപ്പിനുള്ള അവസരം കൊടുക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഷെയ്ഖ് ഹസീനയുടെ പടം മതി, പടം. ഇന്ത്യയിൽ അവരിരുന്നിട്ട് ബംഗ്ലാദേശിൽ അവരുടെ പടം പതിച്ചാൽ മതി, അവർക്ക് വോട്ട് കിട്ടും. എന്തെങ്കിലും ഒരു ഇലക്ഷൻ നടത്തുന്നെങ്കിൽ അവരായിരിക്കും വിജയിക്കുന്നത്.